കിതാബിലുള്ളത് വായിക്കാതെ മൂടിവെക്കുന്ന ചരിത്രമതാ. ലിമ തൽബിസൂനൽ ഹഖ്ഖ ബിൽ ബാത്തിലി വതക്തുബൂനൽ ഹഖ്ഖ വഅൻതും തഅലമൂൻ. നിങ്ങൾ എന്തിനാണ് സത്യവും അസത്യവും കൂട്ടിക്കലർത്തുന്നത്? വേദക്കാരെ, ജൂതന്മാരെ, നസറാനികളെ, നിങ്ങൾ എന്തിനാണ് ഹഖ് മറച്ചു വെക്കുന്നത്? അറിയുന്നവരായിരിക്കെ തന്നെ നിങ്ങൾ എന്തിന് ഹഖ് മൂടി വെക്കുന്നു എന്നുള്ള ചോദിച്ചില്ലേ? അതേ ജൂദായിസം, അതേ നസറാണിസം ഇതാ പേരോട് മുസ്ലിയാർ ഇവിടെ കാണിച്ചിരിക്കുന്നു, പിടികൂടാൻ പോകുന്നു. ശരിക്ക് ശ്രദ്ധിച്ചോ, എന്താണ് വിഷയം? ഞാൻ ചോദിച്ചിരുന്നല്ലോ, ഇമാമിങ്ങൾ ആരെങ്കിലും അങ്ങനെ റസൂലുള്ളാഹിനെ ഇസ്തിഗാസ നടത്തിയിട്ടുണ്ടോ? അതിന് മൂപ്പര് പറയണേ, ആ ഇമാമിങ്ങൾ നടത്തിയിട്ടുണ്ടോ എന്നാണോ നിങ്ങളുടെ സംശയം? മാലിക് ഇമാം നടത്തിയിട്ടുണ്ട്. മാലിക് ഇമാം റസൂലുള്ളാഹിനെ വിളിച്ച് തേടാൻ പറഞ്ഞിട്ടുണ്ട്. എടുക്കുമോനെ ഖാലിയാദിന്റെ അസിഫ, എടുക്കുമോനെ ഖാലിയാദിന്റെ സിഫ എന്ന് പറഞ്ഞിട്ട് ഒരു കിതാബ് ഇങ്ങോട്ട് എടുപ്പിക്കുന്നു. അതാദ്യം ഒന്ന് കേട്ടോളൂ. മൂപ്പര് ഏത് കിതാബാണ് എടുക്കാൻ പറയുന്നത്? ശരിക്ക് ശ്രദ്ധിച്ചോളണം. ശ്രദ്ധ തെറ്റിപ്പോകണ്ട, ശ്രദ്ധ തെറ്റിപ്പോകണ്ട. ഈ തട്ടിപ്പൊന്ന് ജനങ്ങൾ അറിഞ്ഞു കിതാബിൽ നടത്തുന്ന ഈ മതഗ്രന്ഥങ്ങളിലെ തിരിമറി എന്ന ജൂദായിസം, കിതാബ് കട്ടുവായിക്കുന്ന ഏർപ്പാട് ഇതാ പിടികൂടുന്നു. ശ്രദ്ധിച്ചോ, ഇയാൾ ഏത് കിതാബാണ് സ്റ്റേജിൽ നിന്ന് എടുക്കാൻ പറയുന്നത്? കേട്ടോളൂ. എടുക്കുമോനെ ഇമാം ഖാദിയാദിന്റെ അതാ ശിഫ എടുക്കൂ. എടുക്കുമോനെ ഇമാം ഖാദിയാദിന്റെ അതാ ശിഫ എടുക്കൂ. കേട്ടോ, എന്താ എടുക്കാൻ പറഞ്ഞത്? എടുക്കുമോനെ അതാ ഇമാം ഖാദിയാദിന്റെ ശിഫ എടുക്കൂ. ഇതാണ് ആ കിതാബ്. കണ്ടോ പ്രിയപ്പെട്ടവരെ, ഖാദിയാദിന്റെ അശിഫ ബിതരീഫി ഹുഖൂഖിൽ മുസ്തഫ. ആ ശിഫയാണ് ഈ കാണിക്കുന്നത്. ആ ശിഫയാണ് പ്രിയപ്പെട്ടവരെ ഈ കാണിക്കുന്നത്. ഇനിയും ശ്രദ്ധിച്ചോ, ആ ശിഫയിൽ നിന്ന് എന്താണ് വായിക്കാനുള്ളത്? ആ ശിഫയിൽ നിന്ന് ഇനി മൂപ്പര് വായിക്കുന്നിടത്ത് ഒരു തട്ടിപ്പ് നടത്തുന്നുണ്ട്. എന്താണ് തട്ടിപ്പ്? ശരിക്ക് ശ്രദ്ധിച്ചോളണം. കിതാബിൽ നോക്കിയിട്ട് വായിക്കുമ്പോ ഇങ്ങനെ തട്ടിപ്പ് വേണോ? ആ ശിഫയുടെ പേജൊന്ന് മറിച്ചു വെക്കൂ സ്ക്രീനിൽ, ജനങ്ങളൊന്ന് കാണട്ടെ. ഒരു ഭാഗത്ത് അതൊന്ന് മറിച്ചു വെക്കൂ. ഇനി പേരോട് അതിലുള്ള ഇബാറത്ത് വായിക്കുന്നത് ഒന്ന് കേൾപ്പിക്കൂ, ജനങ്ങളൊന്ന് ശ്രദ്ധിക്കട്ടെ. പേരോടതാ കിതാബിലെ ഇബാറത്താണ് വായിക്കുന്നത്. വായിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്കതാ ചുവന്ന റൗണ്ടിലിട്ട് അടയാളപ്പെടുത്തിയ ഇലല്ലാഹി തആല യൗമൽ ഖിയാമ എന്ന് പറയുന്ന ഭാഗം പേരോടതാ കിതാബ് നോക്കി വായിച്ചിട്ട് പോലും മൂടി വെക്കുന്നു, കട്ട് വായിക്കുന്നു. അതിനൊരു ലക്ഷ്യമുണ്ട്. അതെന്താണെന്ന് ഞാൻ ശേഷം പറയാം. ആ കട്ട് വായിക്കുന്നത്, കിതാബ് നോക്കിയിട്ട് അവിടെ കട്ട് വായിക്കുന്നതൊന്ന് കേട്ടോളൂ. قال مالك يا أمير المؤمنين لا ترفع صوتك في هذا المسجد فإن الله تعالى أدب قوما فقال لا ترفعوا أصواتكم فوق صوت النبي الآية ومدح قوما قال فإن الذين يغضون أصواتهم عند رسول الله الآية ولما قوما فقال إن الذين ينادونك الآية وأن حرمته ميتا كحرمته حيا. മാലിക് ഇമാം പറയുന്നു, ഖുർആൻ തെളിവുദ്ധരിച്ചിട്ട് പറയുന്നു, റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷവും മുമ്പും ഒരുപോലെ ബഹുമാനമാണ്. അതുകൊണ്ട് തന്നെ അബൂ ജഅഫർ ഭരണാധികാരി മാലിക് ഇമാമിന്റെ മുന്നിൽ വിനയം കാണിച്ചു. ഞാൻ റസൂലുള്ളാഹിനെ കൊല്ല തിരിഞ്ഞിട്ടാണോ ദ്വാരക്കണ്ടത്, ഖിബ്ലക്ക് തിരിഞ്ഞിട്ടാണോ? അപ്പോഴതാ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, വലിമ തസ്രിഫു വജ്ഹക അൻഹു, നിങ്ങൾ എന്തിനാ റസൂലുള്ളാഹിനെ തൊട്ട് മുഖം തിരിക്കുന്നത്? നിങ്ങൾ എന്തിനാ മുഖം തിരിക്കുവോ? സീലത്ത് അബീക, നിങ്ങളെയും നിങ്ങളെ ആദം നബിയുടെയും അതേ വസീലയല്ലേ അവിടുന്ന് ആദം അലൈഹിസ്സലാം. ബലിസ്തഖ്ബിലൂ, നിങ്ങൾ റസൂലുള്ളാഹിനെ കൊള്ള മുന്നിട്ടോ. ഈ രൂപത്തിൽ അവിടെ ഇലല്ലാഹി തആല യൗമൽ ഖിയാമ എന്നത് മൂപ്പര് കട്ട് വായിച്ചതാണ്. ആദം അലൈഹിസ്സലാം ബലിസ്തഖ്ബിലൂ, നിങ്ങൾ റസൂലുള്ളാഹിനെ കൊള്ള മുന്നിട്ടോ. ആദം അലൈഹിസ്സലാം ബലിസ്തഖ്ബിലൂ, നിങ്ങൾ റസൂലുള്ളാഹിനെ കൊള്ള മുന്നിട്ടോ. വായിക്കുമ്പോൾ വസീലത്തു അബീക ആദം അലൈഹിസ്സലാം എന്ന് മാത്രമാണ് വായിക്കുന്നത്. പിന്നീട് ബലിസ്തഖ്ബിൽഹു എന്നാ വായിക്കുന്നത്. ഇലല്ലാഹി തആല യൗമൽ ഖിയാമ എന്ന ഭാഗം കട്ടിട്ടാണ് പേരോട് വായിച്ചിട്ടുള്ളത്. അതാണ് പിടികൂടിയിട്ടുള്ളത്. ഈ മഹാനായ ഇമാം മാലിക് റഹിമഹുല്ലയും അതുപോലെ തന്നെ അബൂ ജഅഫർ എന്ന് പറയുന്ന ഒരു ഗവർണറും മദീനത്തെ പള്ളിയിൽ വെച്ചുണ്ടായ സംഭാഷണത്തിനിടയിൽ
ആ സംഭാഷണത്തിനിടയിൽ അബൂ ജഅഫർ ഇമാം മാലിക്കിനോട് ചോദിക്കേണ്, ഞാൻ റസൂലുള്ളാഹിന്റെ ഖബറിൽ വന്ന് നിൽക്കുമ്പോ ഞാൻ ഖിബിലയിലേക്ക് തിരിഞ്ഞുകൊണ്ടാണോ പ്രാർത്ഥിക്കേണ്ടത് അതോ റസൂലുള്ളാഹിയിലേക്ക് തിരിഞ്ഞുകൊണ്ടാണോ പ്രാർത്ഥിക്കേണ്ടത്? അതിന് ഇമാം മാലിക്കിന്റെ മറുപടി എന്താണ്? എന്തിന് നീ അള്ളാഹിന്റെ റസൂലിൽ നിന്ന് മുഖം തിരിക്കണം? ആ റസൂല് നിന്റെയും അതുപോലെ തന്നെ നിന്റെ പിതാവായ ആദം അലൈഹിസ്സലാമിന്റെയും വസീലയാണല്ലോ. എപ്പോൾ? ദുനിയാവിലെ കാര്യമല്ല, ഇലല്ലാഹി തആല യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അല്ലാഹുവിലേക്കുള്ള വസീലയാണല്ലോ. ഖിയാമത്ത് നാളിൽ എന്ന് പറയുന്ന ഭാഗം പേരോട് കട്ടിട്ട് ആ ഭാഗം മൂടി വെച്ചുകൊണ്ട് ബലിസ്തഖ്ബിൽഹു വസ്തശ്ബിർ ബിഹി എന്നാണ് വായിക്കുന്നത്. അപ്പോൾ കിതാബ് നോക്കിയിട്ട് തന്നെ സംശയമുള്ളവർക്ക് പേരോടിന്റെ ആ ഭാഗം വന്ന CD-യിൽ പരിശോധിക്കാം. അദ്ദേഹം എടുക്കാൻ പറഞ്ഞ കിതാബാണിത്. അതാ ഖാലിയാളിന്റെ സിഫയാണ് എടുക്കാൻ പറഞ്ഞത്. അതിൽ നോക്കിയിട്ടാണ് വായിച്ചത്. വായിച്ചപ്പോൾ അപ്പുറവും ഇപ്പുറവും വാചകം വായിച്ചതല്ലാതെ ഇലല്ലാഹി തആല യൗമൽ ഖിയാമ കട്ട് വായിച്ചതാണ്. അതാണ് ഇവിടെ പിടികൂടിയത്. വെറുതെ നിങ്ങൾ കട്ടതല്ല, നിങ്ങൾക്കതിൽ ലക്ഷ്യമുണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾ പറയൂ, സിഫയാണ് ഈ കാണുന്നത്, ഖാലിയാളിന്റെ സിഫ എന്ന ഗ്രന്ഥമാണിത്, ഇതിൽ നിങ്ങൾ വായിച്ചതുപോലെ കാണിക്കാൻ സാധിക്കുമോ? ഇലല്ലാഹി യൗമൽ ഖിയാമ, ഇലല്ലാഹി തആല യൗമൽ ഖിയാമ എന്നിതിലില്ലേ? ഉണ്ടോ ഇല്ലേ? ഉണ്ടെങ്കിൽ നിങ്ങൾ അതിന് കട്ടുവെച്ചു. എന്തിന് നിങ്ങൾ മൂടിവെച്ചു? എന്തിന് ഈ മതഗ്രന്ഥത്തിൽ അഴിമതി നടത്തുന്ന സമീപനം നിങ്ങൾ സ്വീകരിച്ചു? അതുകൊണ്ടും തീർന്നില്ല. മൂപ്പർക്ക് അടുത്തൊരു ചോദ്യമുണ്ട്. എന്താ ചോദ്യം അറിയോ? സനത് വേണോ മൗലവി? ഇനി ഇതിന്റെ സനത് വായിക്കാൻ പോവുകയാണ്. അതിലും അട്ടിമറിയുണ്ട്. അതാ സനത് വേണോ എന്നുള്ള ചോദ്യം ഒന്ന് കേട്ടോളൂ ആദ്യം, എന്നിട്ട് സനത് വായിക്കുന്നിടത്ത് കൃത്രിമവും കേൾപ്പിക്കാം. മാലിക് ഇമാം പറഞ്ഞത് സനദ് വേണോ മൗലവി? കേട്ടോ, സനദ് കേട്ടോ. حدثنا القاضي ابو عبد الله محمد بن عبد الرحمن الاشعري وابو القاسم محمد بن بقي الحاكم وغير واحد فيما جاءوني قالوا اخبرنا ابو العباس احمد بن عمر بن الاسحاق قال حدثنا ابو الحسن علي بن فهر حدثنا ابو بكر محمد بن احمد بن الفرج حدثنا ابو الحسن عبد الله بن المنذر حدثنا يعقوب بن اسحاق بن ابي اسرائيل حدثنا أبو حميد قال نظرا حدثنا أبو حميد വായിക്കുന്നത് حدثنا أبو حميد ഹദ്ദസന അബൂ ഹുമൈദ് ആൾമാറാട്ടമാണ് പേരോട് നടത്തിയിട്ടുള്ളത്. ആളെ മാറ്റിയിട്ടാ വായിച്ചത്. എന്തിന്? ആ സനദിലെ കുഴപ്പക്കാരനെ പിടികൂടാതിരിക്കാൻ. ശ്രദ്ധിക്കൂ, എല്ലാവരോടെ ഇരിക്കാൻ. നിങ്ങൾ പ്രസംഗം ശ്രദ്ധിക്കുക. ഇവിടെ എന്തുണ്ടെങ്കിലും അതൊക്കെ നോക്കാനും വളണ്ടിയർമാരും ആളുകളുമുണ്ട്. ഞാൻ പറയുന്ന വിഷയം ശ്രദ്ധിക്കുക, ശരിക്ക് ശ്രദ്ധിച്ചോ. സനദ് വായിക്കുന്നിടത്തും കൃത്രിമം കാണിച്ചിട്ടുണ്ട്. ഹദ്ദസന അബൂ ഹുമൈദ് എന്നാണ് വായിച്ചിട്ടുള്ളത്. അബൂ ഹുമൈദ് എന്ന് സിഫയിലില്ല, ആള് തന്നെ മാറിപ്പോയി. ഹുമൈദിന്റെ ബാപ്പാനാണ് അബൂ ഹുമൈദ് എന്നാൽ അർത്ഥം. സനദിലുള്ള വ്യക്തി ഹുമൈദിന്റെ മോനാണ്, ഇബ്നു ഹുമൈദാണ്. ആ വ്യക്തി ആ സനദിൽ കൊള്ളരുതാത്തവനാണ്. മുസ്ലിം ലോകത്തെ പണ്ഡിതന്മാർ അദ്ദേഹത്തെ കുറിച്ച് അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. അതാ സ്ക്രീനിലേക്ക് നോക്കൂ, ആ ഭാഗത്ത് നിങ്ങൾ നോക്കൂ, പ്രത്യേകം അടയാളപ്പെടുത്തിയിടത്ത് കാണാം. ഇബ്നു ഹുമൈദ് എന്ന് വായിക്കേണ്ടതിന് പകരം അബൂ ഹുമൈദ് എന്നാണ് പേരോട് വായിച്ചിട്ടുള്ളത്. അതും നിങ്ങൾ കാണിച്ച കൃത്രിമമാണ്. കാരണം ആ സനദിലെ കൊള്ളരുതാത്ത വ്യക്തിയാണ്, കളവ് പറയുന്ന വ്യക്തിയാണ്, ഒന്നിനും കൊള്ളാത്ത വ്യക്തിയാണ് എന്ന് മുസ്ലിം ലോകത്തുള്ള പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള അദ്ദേഹം സിഖത്തല്ല. അദ്ദേഹത്തിന്റെ ഹദീസുകളെ സംബന്ധിച്ചിടത്തോളം പണ്ഡിത ലോകത്തിന്റെ അഭിപ്രായം 50,000-ഓളം ഹദീസ് അയാളിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഒരക്ഷരം ഞാൻ പറയൂല, അത്രയും മോശമാണെന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുണ്ട്. ഇദ്ദേഹം കസ്സാബാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ആ കള്ളനായ വ്യക്തിയെ സനദിൽ നിന്ന് പിടികൂടുമെന്നുറപ്പായപ്പോൾ ഇബ്നു ഹുമൈദ് എന്നത് മാറ്റിയിട്ട് അബൂ ഹുമൈദ് എന്ന് മാറ്റി വായിച്ചിട്ടുണ്ട്. പറയണം നിങ്ങൾ, ഈ രണ്ട് കൃത്രിമവും നിങ്ങൾ ശിഫ എന്ന കിതാബിൽ നടത്തിയിട്ടുണ്ട്. ഈ രണ്ട് കൃത്രിമവും നിങ്ങൾ ശിഫ എന്ന് പറയുന്ന ഈ ഗ്രന്ഥത്തിൽ നടത്തിയിട്ടുണ്ട്. പറയണം നിങ്ങൾ.